56 ഏക്കറിൽ ഒരു കാനന ക്ഷേത്രം, ശരി തെറ്റുകൾക്കപ്പുറം മലയിലിരിക്കുന്ന ഒരു ക്ഷേത്രം. സാധാരണ അമ്പലങ്ങളിൽ പോലെ നിരപ്പായ തറമട്ടം ഇരിക്കുന്ന ക്ഷേത്രമല്ല. തറമട്ടം എന്ന് പറയുന്ന ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കുന്ന ക്ഷേത്രമല്ല. 18 പടി കയറി വേണം അവിടെ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സവിശേഷതകൾ, പ്രത്യേകതകളൊക്കെ ഉണ്ട്. ടൈഗർ റിസർവ് ആയതുകൊണ്ട് 56 ഏക്കറിൽ 1 മില്ലിമീറ്റർ പോലും സ്ഥലം കൂട്ടാനും കേന്ദ്ര വന നിയമം അനുസരിച്ചും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചും എളുപ്പമല്ല. അങ്ങനെ നിൽക്കുന്ന കാനന ക്ഷേത്രത്തിൽ അരയന്മാരുടെയും മലയന്മാരുടെയും ക്ഷേത്രമാണ് എന്നൊരു വാദമുണ്ടായിരുന്നു. അതിൽ ശരിയുമുണ്ട്, തെറ്റുമുണ്ട്. ബുദ്ധന്മാരുടെ കേന്ദ്രമായിരുന്നു, ബുദ്ധം ശരണം ഗച്ഛാമി എന്നൊക്കെ പറഞ്ഞിരുന്നു. 2 വട്ടം ശബരിമലയെ തീവച്ചു. ഒരു പ്രാവശ്യം തീവച്ചു, ഒരു പ്രാവശ്യം അടിച്ചു പൊളിച്ചു കളഞ്ഞു വിഗ്രഹത്തെ. പിന്നെ വച്ചിരിക്കുന്ന വിഗ്രഹമാണ് 50കളിൽ പിന്നെ വച്ചിരിക്കുന്ന വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്ന രണ്ടാമത്തെ വിഗ്രഹം. 1920കളിൽ ആദ്യത്തെ തീവയ്പ്, 50കളിൽ രണ്ടാമത്തെ വിഷയം. അതിനേക്കാൾ ഗൗരവമായി നിലയ്ക്കൽ സമരം വന്നു. ഇതെല്ലാം വന്ന് എന്നും വിവാദമായിരിക്കുന്ന ശബരിമല. 2018 സ്ത്രീകളെ കയറ്റണോ വേണ്ട എന്നുള്ള സുപ്രീം കോടതി വിധിയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദയവായി എല്ലാവരും അത് കാണണം. വൈറലായിട്ടുള്ള വീഡിയോ ആണ്. സുഭാഷിതത്തിന്റെ വീഡിയോ ഗാലറി കിടപ്പുണ്ട്. എത്ര നിഗൂഢമായ അജണ്ടകളുമായിട്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുവാനുള്ള വിധിയെ നമ്മൾ കൊണ്ടുപോയത്. ആ സുപ്രീം കോടതി വിധി പറഞ്ഞ പല ജഡ്ജിമാരും ജസ്റ്റിസുമാരും റിട്ടയർ ആയിട്ടുണ്ട്. അവർ പണം വാങ്ങിയോ മോഹിച്ചോ എന്തായിരുന്നു അവർക്ക് ഇതിന്റെ മോട്ടിവേഷൻ എന്നുള്ളത് പോലും വലിയ ചർച്ചയാണ് ഡൽഹിയുടെ കോടതികളിലെ വരാന്തകളിൽ. അത് കോർട്ടലക്ഷ്യവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ആ വിധി വന്നതിന് ശേഷം വളരെ ആവേശത്തോടുകൂടി 200 ഏക്കർ സ്ഥലം ശബരിമലയിൽ പിടിച്ചു വാങ്ങി ഷോപ്പിംഗ് കോംപ്ലക്സും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മറ അവിടെ നോക്കി. പക്ഷെ അത് ജനങ്ങൾ സമ്മതിച്ചില്ല. കോവിഡും പ്രളയവും ഈ ശബരിമല സ്ത്രീ പ്രവേശനം എല്ലാം കൂടി കലങ്ങി മറിഞ്ഞ സീസണുകളാണ് ശബരിമലയിൽ വന്നത്. ഇതിൻ്റെ ഇരുട്ടിൻ്റെ മറവിൽ വലിയ കൊള്ളയാണ് അവിടെ നടന്നത്. ഈ കൊള്ള നടന്ന് 18 മുതൽ 1990 മുതലേ ഈ കൊള്ളയുണ്ട്. പക്ഷെ 2018-19 കാലമുള്ളതാണ് അതിൻ്റെ വലിയ രൂപത്തിലുള്ള വെളിച്ചത്തിലേക്ക് വരുന്നത് കാര്യങ്ങൾ. ഒരു ജഡ്ജിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്ന അവിടെ പിഴവുകളുണ്ടെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു ഒറ്റ വരിയെ പിടിച്ചുകൊണ്ട് തിരുവിതാംകൂർ കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ കോടതിയിൽ കൊടുത്ത തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഹൈക്കോടതി ബെഞ്ചിലുള്ള ഒരു വിജയരാജന് കൊടുക്കുന്ന ഒരു പോയിന്റിൽ നിന്നാണ് ഇന്ന് കാണുന്ന കൊള്ള സംഘത്തെ മുഴുവൻ പിടിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന പശ്ചാത്തലവും കഥയും അതല്ല. ശബരിമലയുടെ കേസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തീരേണ്ടതാണ് കേരളത്തിന്റെ ചരിത്രമനുസരിച്ച്. പക്ഷേ അയ്യപ്പന്റെ കേസായതുകൊണ്ടായിരിക്കാം, അയ്യൻ ബന്ധപ്പെട്ടതുകൊണ്ടായിരിക്കാം. സാന്ദർഭികമായിട്ടൊരു കാര്യം പറയട്ടെ, കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഏതു ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയിട്ടുണ്ടെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ഇത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവമുണ്ടോ ഇല്ലയോ, ചൈതന്യമുണ്ടോ സത്യമുണ്ടോ, ഇതൊക്കെ വേറെ ചർച്ച ചെയ്യാം. പക്ഷെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റുമാനൂരപ്പനെ ആയാലും ഗുരുവായൂരപ്പന്റെ വിഗ്രഹമായാലും ഏത് ക്ഷേത്രമായാലും ദേവീക്ഷേത്രങ്ങളായാലും പണ്ടാരം അടിച്ചു പൊട്ടിച്ചതായാലും വിഗ്രഹം എടുത്തുകൊണ്ട് പോയതായാലും ദിവസങ്ങൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ, വർഷങ്ങൾക്കുള്ളിൽ അത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ക്ഷേത്ര കേസുകൾ അപൂർവമാണ്, അപൂർവങ്ങളിൽ അത്യപൂർവമാണ്. അപ്പൊ ശബരിമല അയ്യപ്പനാണോ ഇതിനകത്ത് കളിച്ചത്, ഇറങ്ങി പണിഞ്ഞത്? ആഗോള അയ്യപ്പ സംഗമം നടത്തി, കട്ടു, മോഷ്ടിച്ചു. ചില ആളുകൾ കള്ളന്മാർ വീട്ടിൽ കയറി ഫ്രിഡ്ജിലിരിക്കുന്ന കാര്യങ്ങളും എടുത്തു കഴിച്ച് അവിടെയുള്ള സകല ആഭരണങ്ങളും പണമെല്ലാം എടുത്തിട്ട് പാട്ടും കേട്ടുകൊണ്ടിരുന്ന് അർമാദിച്ച് ഡാൻസ് ചെയ്യും. അത്രയൊന്നും ദൈവം സഹിക്കത്തില്ല. നിങ്ങൾ ശബരിമലയിൽ പോയി കട്ടത് പോട്ടെ, നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം കൂടെ നടത്തിയപ്പോൾ ദൈവത്തിന് പുറത്തില്ല. അയ്യപ്പൻ അത് സഹിച്ചില്ല. അദ്ദേഹം ഓഡിറ്റിന്റെ രൂപത്തിൽ പുറത്തു വന്നു. അയ്യപ്പന്റെ ചൈതന്യം ഓഡിറ്റിന്റെ രൂപത്തിൽ വന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രൂപത്തിൽ വന്നു. അത് വന്നിട്ട് ഇനി ഞാൻ പറയാൻ പോണ കഥയുടെ 2ാം ഭാഗമാണ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി മുരാരി ബാബുവിലൂടെയും ബിജുവിലൂടെയും അതുപോലെ തന്നെ വാസുവിലൂടെയും പിന്നെ അതുപോലെ തന്നെ സുധീർ ബാബുവിലൂടെയും അതുപോലെ തുടങ്ങി വന്ന് പത്മകുമാറിലെത്തിയപ്പോൾ കഥ മാറി. മാധ്യമങ്ങൾക്ക് ആവേശം കുറയുന്നു. പത്മകുമാർ വരെ എത്തുമ്പോൾ മാധ്യമങ്ങൾക്ക് ആവേശമുണ്ടായിരുന്നു, പത്രങ്ങൾക്ക് എഴുതാൻ ആവേശമുണ്ടായിരുന്നു. അടുത്തത് കടകംപള്ളി സുരേന്ദ്രനിലെ എന്നോ രാഷ്ട്രീയ നേതാവിലേക്ക് നീങ്ങിയപ്പോൾ മാധ്യമങ്ങൾക്ക് മൗനം തുടങ്ങി. കാരണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോയാൽ
അദ്ദേഹം മന്ത്രിയായിട്ട് പോയാൽ അദ്ദേഹം മന്ത്രിയായിരുന്ന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയിലേക്ക് പോകേണ്ടി വരുമോ? ഭയമുണ്ട് പത്രങ്ങൾക്ക്. മാധ്യമങ്ങൾ അവർ പഴയ കഥകളുമായിട്ട് അടിച്ചടിച്ച് പോവുകയാണ്. മറുവശത്ത് ജയറാമിന്റെ പേര് വന്നിട്ടുണ്ട്. എത്ര മാധ്യമങ്ങൾ ജയറാമിന്റെ പേര് ഇവിടെ ചർച്ച ചെയ്തു. നമ്മുടെ മീഡിയം ചെയ്തു, അതിനുശേഷം ഒരുപാട് മീഡിയം ചെയ്തു. ഞാൻ പല ചാനലുകളും ജയറാമിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷമാണ് മുഖ്യധാര ചാനലുകൾ പേരെങ്കിലും പറയാൻ തുടങ്ങിയത്. എന്തുകൊണ്ട് ഭയക്കുന്നു മുഖ്യധാര മാധ്യമങ്ങൾ? അതിനിടയിൽ ഇന്നലെ ഒരു സ്ത്രീ വിഷയം ഒന്നുകൂടി എടുത്തിട്ട് ഈ മൊത്തത്തിൽ ഇതിനെ ഒന്ന് ഹൈജാക്ക് ചെയ്യാൻ പറ്റുമോ, മുക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ ഒരു ചാനൽ കയറി വന്നു. അവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒരിക്കൽ കൂടി എടുത്തുകൊണ്ട് വന്നു. പക്ഷെ അത് ചീറ്റിപ്പോയി. ശബരിമല അയ്യപ്പന്റെ വിഷയം അവർ കളഞ്ഞു. മുഖ്യധാര മാധ്യമങ്ങൾ കറങ്ങുകയാണ്, ഒരു ഓർബിറ്റിന് ചുറ്റും നിന്ന് കറങ്ങുകയാണ്. ഇനി അവർ വളരെ സൂക്ഷിക്കും. അവർക്ക് കിട്ടുന്ന പരസ്യങ്ങളുടെയും പേരുകളുടെയും ഭരണകൂടത്തിന്റെ പേടിയും ഒക്കെ വെച്ചുകൊണ്ട് ഇനി അവർ ഭയക്കും. മാധ്യമങ്ങളുടെ കഥ അതാണെങ്കിൽ NSS എന്തു പറ്റി? നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തു പറ്റി? ഇവിടെ പിന്നെ ശബരിമല സ്ത്രീ പ്രവേശനം വന്നപ്പോൾ നാമജപ ഘോഷയാത്ര നടത്തി നാട് മുഴുക്കെ ഇളക്കി വിടുകയും അന്ന് വരെ അമ്പലത്തിലോ ടൂറോ അങ്ങനെയൊക്കെ പോകുന്നല്ലാതെ ടാറിട്ട റോഡിൽ ഒരു പ്രാവശ്യം പോലും നടക്കാതിരുന്ന സ്ത്രീകളെ നഗ്നപാതരായിക്കൊണ്ട് പോലും അയ്യപ്പന്റെ വിഷയം അതിന് ചെരുപ്പ് പോലും ഇടിയിക്കാതെ സ്ത്രീകളടക്കം, നായർ സ്ത്രീകളടക്കം തെരുവിലോരങ്ങളിൽ ഒരുപക്ഷെ വിമോചന സമരത്തിന് ശേഷം, വൈക്കം സത്യാഗ്രഹ സമരത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചന സമരമായി ശബരിമല സമരത്തെ മാറ്റിയെടുക്കാൻ നായർ സർവീസ് സൊസൈറ്റി കഴിഞ്ഞെങ്കിൽ മുരാരി ബാബു എന്ന പെരുന്ന NSS യൂണിറ്റിന്റെ കരയോഗത്തിന്റെ പ്രസിഡന്റായ മുരാരി ബാബു അതിനകത്ത് ഉള്ളത് കൊണ്ടാണോ NSSന് ഇത്രയും വലിയ മൗനം എന്നാണ് NSS ഭാഗങ്ങളിൽ കേൾക്കുന്ന കരക്കമ്പി. SNDP വെള്ളാപ്പള്ളി നടേശൻ ദേവസ്വം ബോർഡ് വേണം, ഒന്നിച്ച് ദേവസ്വം ബോർഡ് ആക്കണം, ഒറ്റ ദേവസ്വം ബോർഡ് വേണമെന്ന് പറഞ്ഞ് വല്ലാതെ പോയപ്പോൾ, പക്ഷേ കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ, പിണറായിയുടെ അടുത്ത് കാര്യങ്ങൾ നീങ്ങുമെന്നായപ്പോൾ, വാസവന്റെ അടുത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നായപ്പോൾ വെള്ളാപ്പള്ളിയും മൗനമായോ? ഇതെന്റെ ചോദ്യമല്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരുടെ വിങ്ങുന്ന മനുഷ്യരുടെ ഉള്ളിലെ ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ മറ്റു സംഘടനകൾ എവിടെ? ബ്രാഹ്മണ സഭ എവിടെ? യോഗക്ഷേമം എവിടെ? തന്ത്രി ഉള്ളത് കൊണ്ടാണോ യോഗക്ഷേമ രംഗത്ത് വരാത്തത്? എവിടെ പോയി മലയാളിയുടെ വിശ്വാസം? അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിക്കുന്നൊക്കെ പറയുന്ന നമ്മൾ എവിടെ പോയി? ഞാൻ ഒരു കാലഘട്ടത്തിൽ അണ്ണാ ഹസാരെ എന്ന് പറയുന്നു, ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്നു, 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാനും കൂടി, എനിക്ക് നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അണ്ണാ ഹസാരെ. അന്ന് ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ വരുന്ന സമയമാണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളുമായും ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അണ്ണാ ഹസാരെ എന്നോട് പറഞ്ഞു, മിസ്റ്റർ സുഭാഷ്, നിങ്ങൾക്ക് കേരളത്തിൽ ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം നടത്താം. ആം ആദ്മി പാർട്ടിയിലുള്ള, അന്ന് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയില്ല അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവരാം, അരുണ റോയിയെ കൊണ്ടുവരാം, നാഷണൽ ഫിഗേഴ്സിനെയൊക്കെ നമുക്കൂടെ കൊണ്ടുവരാം, നിങ്ങളത് ലീഡ് ചെയ്യണം എൻ്റെ കൺവീനറായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, തങ്ങളെ പോലെ ഇന്ത്യ പോലെ അല്ല, അവിടെ അക്ഷരാഭ്യാസമില്ലാത്തവർ കാണും, അവിടെ ഒരുപാട് വിവരമില്ലാത്തവർ കാണും, സാക്ഷരതയില്ലാത്തവർ കാണും, റോഡിൽ പോയി മലമൂത്ര വിസർജനം ചെയ്യുന്നവർ കാണും, പറമ്പിൽ പോകുന്നവർ കാണും, ലാട്രിൻ ഇല്ലാത്തവർ കാണും, കുളിക്കാത്തവർ കാണും, ഭക്ഷണം കിട്ടാത്തവരാരും വസ്ത്രം കിട്ടാത്തവർ കാണും. പക്ഷെ അവർ വല്ലാതെ പൊറുക്കുന്നവരല്ല, അല്ലെങ്കിൽ അവർ സമരസപ്പെടാറില്ല. ഇവിടെ ഞങ്ങൾ സമരസപ്പെട്ടവരാണ്. ഇവിടുത്തെ വില്ലേജ് ഓഫീസ് മുതൽ RT ഓഫീസ് മുതൽ ഇന്നിപ്പോൾ ആ കഥയൊക്കെ മാറി, എല്ലാം ഇലക്ട്രോണിക്കൊക്കെ ആയി, അക്ഷയ പോയാൽ എല്ലാം ചെയ്യാം, വില്ലേജ് ഓഫീസിലൊന്നും ആരും പോകേണ്ട കാര്യമില്ല. പക്ഷെ പഴയ കാലത്താണ്, ഞാൻ 80കളിലെ കഥയാണ് പറയുന്നത്, 90കളിലെ കഥയാണ് പറയുന്നത്. അപ്പോൾ അഴിമതി നമ്മൾ സാർവത്രികവൽക്കരിക്കപ്പെട്ട, അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. വലിയ പദ്ധതികളില്ല, വലിയ അഴിമതിയില്ല. ചെറിയ അഴിമതിയാണെങ്കിൽ വളരെയധികം അക്സെപ്റ്റ് ചെയ്തതാണ്. പഞ്ചായത്ത് ഓഫീസിൽ പോയി പൈസ കൊടുത്താൽ കാര്യങ്ങൾ ശരിയാക്കി തരുമെങ്കിൽ പൈസ കൊടുക്കാൻ തയ്യാറാണ്. RT ഓഫീസിൽ പോയി ലൈസൻസിന് കിട്ടാൻ പൈസ കൊടുത്താൽ ലൈസൻസ് കിട്ടുമെങ്കിൽ പൈസ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ ഒരു സംവിധാനം. വില്ലേജ് ഓഫീസിൽ പോയി കാര്യങ്ങൾ നേടാൻ പൈസ കൊടുത്താൽ കിട്ടുമെങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ളൊരു സമൂഹമാണ്. അപ്പോൾ പങ്ക് എല്ലാവർക്കും കിട്ടുമെങ്കിൽ അവിടെ പിന്നെ സുരക്ഷിതമായിരിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് ആ ഭാഗം എല്ലാം അവസാനിപ്പിക്കാം. ഒരിക്കൽ ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഒരു കഥ പറയുന്നുണ്ട്. കണ്ടക്ടർ 10 രൂപയുടെ ടിക്കറ്റിന് 5 രൂപയെ മേടിക്കത്തുള്ളൂ. 5 രൂപ വാങ്ങാതെ പറയും, ടിക്കറ്റ് തരത്തില്ല. 5 രൂപ നിനക്ക് ലാഭം, 5 രൂപ എനിക്ക് ലാഭം, നീ ടിക്കറ്റ് തരാത്തോണ്ട് മുതലാളിക്ക് കൊടുക്കണ്ട, മുതലാളി ഇത് അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. കുറെ യാത്രക്കാരെങ്കിൽ അങ്ങനെ പോകുമ്പോൾ കുറെ രൂപ കയ്യിലിരിക്കും. ഇതാണ് മലയാളിയുടെ, ശരാശരി മലയാളിയുടെ മാനസികാവസ്ഥ. ഈ അഴിമതി നമ്മൾ കാണുന്നുണ്ടോ? ഈ കൊള്ള നമ്മൾ കാണുന്നുണ്ടോ? നമുക്കെന്തേ മൗനം? എവിടെ പോയി ഇവിടുത്തെ BJP? എവിടെ പോയി സംഘപരിവാർ സംഘടനകൾ? എവിടെ പോയി ഹിന്ദു ഐക്യവേദി? എവിടെ പോയി പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത്? എവിടെ പോയി BJP, കോൺഗ്രസ്? എവിടെ പോയി മറ്റ് ഘടക കക്ഷികൾ? എവിടെ പോയി ഇവിടുത്തെ മാധ്യമങ്ങൾ?
എവിടെ പോയി മറ്റുള്ളവർ ഗൗരവമായി ചർച്ച ചെയ്യണം, വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. കേരളത്തിന് മൗനമാണ്. ഇതിനി തണുത്ത് തന്നെ പോകും. എത്ര കേസുകൾ വന്നതാണ്. പിന്നെ സ്വർണ്ണ കേസ് വന്നു, സരിത കേസ് വന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഏതു കേസ് വന്നാലും, TP ചന്ദ്രശേഖരന്റെ വധം വരെയുള്ള ഏത് കേസ് വന്നാലും ഒരു പർട്ടിക്കുലർ ലെവലെത്തുമ്പോൾ അത് നിൽക്കും. അത് നിൽക്കുന്നതല്ല വിഷയം, അത് നിർത്തുന്നതിന് വേണ്ടി, അത് ആ ഓർബിറ്റിന് ചുറ്റും കിടന്ന് കറങ്ങുന്നതിന് വേണ്ടി എല്ലാവരും സമരസപ്പെടും, കണ്ടീഷൻ ചെയ്യപ്പെടും എന്നുള്ളിടത്താണ് മലയാളിയുടെ, കേരളീയന്റെ പരാജയം. പക്ഷെ ഒരു കാര്യം കൂടി പറയട്ടെ അവസാന വാക്കായിട്ട്, ശബരിമല അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ മനസ്സിലാണ് നീറ്റൽ. അവർ അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. വേറൊരു സ്ഥലത്തും വേറൊരു കഥയുമില്ല. വിശ്വാസികളുടെ മനസ്സിനെ നിങ്ങൾ അളക്കരുത്.